അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ വഹിദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായമായ സൂറത്തുൽ കഹ്ഫിൽ ഒരു കൂട്ടം യുവാക്കളുടെ അത്ഭുതാവഹമായ ഗുഹാവാസത്തെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അന്ത്യനാൾ വരെയുള്ള വിശ്വാസി സമൂഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വർധനവിന് ഉപകരിക്കുന്ന വ്യക്തമായ ഒരു ദൃഷ്ടാന്തമെന്ന നിലക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സംഭവം വിവരിച്ചിരിക്കുന്നത്. ഈസാ നബി അലൈഹിസ്സലാമിന് ശേഷം ക്രിസ്തീയ സമൂഹം ധാർമ്മികമായി അധപ്പതിച്ചു. അന്ന് നാട് ഭരിച്ചിരുന്ന ദക്കിയാനുസ് രാജാവ് തൻ്റെ ജനങ്ങളെ വിഗ്രഹാരാധനയ്ക്ക് പ്രേരിപ്പിക്കുകയും നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ രാജകൽപ്പനയ്ക്ക് കീഴ്പ്പെടാത്ത ഒരു പറ്റം യുവാക്കൾ വിശ്വാസം കാത്തുസൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത അവർ രാജാവ് നാട്ടിലില്ലാത്ത സമയം നാട് വിടുകയാണുണ്ടായത്. അവരുടെ നാടിൻ്റെ പേര് ഉഫ്സൂസ് എന്നോ ത്വറസൂസ് എന്നോ ആയിരുന്നു. ഉഫ്സൂസ് എന്നാൽ തുർക്കിയിലെ സ്മീർ പട്ടണത്തിനടുത്ത് സമുദ്രതീരത്ത് നിന്ന് 2-3 നാഴിക അകലെ സ്ഥിതി ചെയ്യുന്ന അറിയപ്പെട്ട പ്രധാന റോമൻ പട്ടണമാണ്. ത്വറസൂസ് ആകട്ടെ തുർക്കിയുടെ തെക്കുഭാഗത്ത് കടലോരത്ത് നിന്ന് കിഴക്കോട്ട് മാറി സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ്. ഈ 2 പേരിലും അറിയപ്പെടുന്നത് ഒരു പട്ടണം തന്നെയാണ് എന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരന്മാരുമുണ്ട്. അവർ പറയുന്നത് ഗുഹാവാസികളുടെ നീണ്ട നിദ്രയ്ക്ക് മുമ്പ് ആ നാടിൻ്റെ പേര് ഉഫ്സൂസ് എന്നായിരുന്നു. നീണ്ട നിദ്രയ്ക്ക് ശേഷം ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടി ചെന്ന സന്ദർഭം ആ നാടിൻ്റെ പേര് ത്വറസൂസ് എന്നായി പരിണമിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഏതായാൽ തന്നെയും അവരുടെ നാടിനടുത്തുള്ള എൻജലൂസ് പർവ്വതത്തിൻ്റെ താഴ്വരയിൽ ഒരു ഗുഹയിൽ അവർ അഭയം പ്രാപിച്ചു. അവർ പ്രാർത്ഥനയിലായി കഴിഞ്ഞുകൂടി. അവരോടൊപ്പം അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ വേട്ടനായയായ കിത്മീർ എന്നു പേരുള്ള ഒരു നായയും ഉണ്ടായിരുന്നു. ആ നായയുടെ പേര് കിത്മീർ എന്നായിരുന്നു എന്ന് താബിഉകളിൽപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർ കഴിഞ്ഞുകൂടുമ്പോൾ അവർക്ക് ഭക്ഷണം കൊണ്ടുവന്നിരുന്നത് അവരുടെ കൂട്ടത്തിൽപ്പെട്ട തംലീക്ക എന്ന ചെറുപ്പക്കാരനായിരുന്നു. ഒരു ദിവസം ഭക്ഷണം വാങ്ങി പട്ടണത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ രാജാവ് സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്നും തങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നുമുള്ള വിവരം അറിയാൻ കഴിഞ്ഞു. അവർ വല്ലാത്ത സങ്കടത്തിലും ദുഃഖത്തിലുമായി. പരസ്പരം വസീയത്ത് ചെയ്തും അള്ളാഹുവിനോട് പ്രാർത്ഥനയിലായിക്കൊണ്ടും അവർ കഴിഞ്ഞുകൂടി. അങ്ങനെയിരിക്കെ അവരെയും അവരുടെ നായയെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറക്കിക്കളഞ്ഞു. ഈ ചെറുപ്പക്കാരെപ്പറ്റി വിവരമന്വേഷിച്ചറിഞ്ഞ രാജാവും പരിവാരവും ഗുഹാമുഖത്തെത്തി യുവാക്കളെ അകത്താക്കി ഗുഹാമുഖം അടച്ചു കളഞ്ഞു. എന്നാൽ രാജാവിൻ്റെ കൂട്ടത്തിൽ വളരെ രഹസ്യമായി വിശ്വസിച്ചിരുന്ന ബൈദറൂസ് റുനാസ് എന്നു പേരായ 2 പേർ ഈ ചെറുപ്പക്കാരുടെ പേരുകളും ചരിത്രങ്ങളും ഒരു ശിലാഫലകത്തിൽ കൊത്തി ഒരു ചെമ്പ് പെട്ടിയിലാക്കി അവിടെ ഭദ്രമായി സൂക്ഷിച്ചു. അന്ത്യനാളിന് മുൻപ് ഈ ചെറുപ്പക്കാരെ വിശ്വാസികൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുമെന്നും അപ്പോൾ വിശ്വാസികൾ ഇവരുടെ പേരുകളും ചരിത്രങ്ങളും അറിയട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അവർ അപ്രകാരം ചെയ്തത്. കാലചക്രം മുന്നോട്ടു പോയി. ദക്കിയാനോസ് രാജാവും അദ്ദേഹത്തിൻ്റെ ഭരണവും അസ്തമിച്ചു. 2.5 നൂറ്റാണ്ട് പിന്നിട്ടു. ബൈദറൂസ് എന്ന ഒരു രാജാവ് അധികാരത്തിൽ വന്നു. അദ്ദേഹം 68 വർഷം ഭരിച്ചു. അദ്ദേഹം സത്യവിശ്വാസിയും ഭക്തനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജനങ്ങളിൽ വിശ്വാസികളും അവിശ്വാസികളും ഉണ്ടായിരുന്നു. ഇത് രാജാവിനെ വല്ലാതെ വ്യാകുലപ്പെടുത്തി. പരലോക ജീവിതത്തിന് ഉപകരിക്കുന്ന വ്യക്തമായൊരു ദൃഷ്ടാന്തം ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് രാജാവ് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. അതിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അതിനിടയ്ക്ക് ഒരു ആട്ടിടയൻ തൻ്റെ ആടുകൾക്ക് താവളം ശരിപ്പെടുത്തുന്നതിന് വേണ്ടി പഴയ ഈ ഗുഹാമുഖം അടച്ചിരുന്ന ആ ഭിത്തി പൊളിച്ചു.
അതിനകത്ത് ഉറങ്ങിക്കിടന്നിരുന്ന ആ ചെറുപ്പക്കാരെ ഉണർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല. അവർ ഉറങ്ങിയത് ഒരു സന്ധ്യാസമയത്തായിരുന്നു, ഉണർന്നത് ഒരു പ്രഭാതത്തിലുമാണ്. അതുകൊണ്ട് അവർക്ക് പ്രത്യേകമായ ഒരു വ്യത്യാസവും തോന്നിയില്ല. ഏതായാൽ തന്നെയും അവർ ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടി അവരുടെ കൂട്ടത്തിൽപ്പെട്ട തംലീക്ക നാണയങ്ങളുമായി പട്ടണത്തിലെത്തി. വളരെ കരുതലോടെയാണ് തംലീക്ക പട്ടണത്തിൽ പ്രവേശിച്ചത്. പക്ഷേ പട്ടണത്തിൻ്റെ രീതിയാകെ മാറിയിരിക്കുന്നു. എവിടെയും ഈസാ നബിയുടെ നാമം ഉയർന്നു കേൾക്കുന്നു. പരിചയക്കാരെ ആരെയും കാണുന്നില്ല. എന്തായാൽ തന്നെയും ഭക്ഷണത്തിന് വേണ്ടി ഓർഡർ നൽകി കയ്യിലുള്ള നാണയം കൊടുത്തു. നാണയം ലഭിച്ച കടക്കാരൻ അത് തിരിച്ചും മറിച്ചും നോക്കി. ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ശേഖരം കിട്ടിയത്? ഇത് പണ്ട് ദക്കിയാനോസ് രാജാവിൻ്റെ കാലത്തെ നാണയമാണല്ലോ. ജനങ്ങൾ ഒരുമിച്ചുകൂടി തംലീക്കയെ ബൈദറൂസ് എന്ന രാജാവിൻ്റെ മുന്നിലെത്തിച്ചു. തംലീക്ക തങ്ങളുടെ കാര്യങ്ങളെല്ലാം രാജാവിൻ്റെ മുൻപിൽ വ്യക്തമായി പറഞ്ഞു. ഉടൻ രാജാവ് ഏതാനും ആളുകളെ കൂട്ടി തംലീക്കയെ ഗുഹയിലേക്ക് പറഞ്ഞയച്ചു. ഗുഹയ്ക്കകത്ത് കടന്ന തംലീക്ക തൻ്റെ കൂട്ടുകാരോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. അധികം വൈകും മുമ്പേ രാജാവും സ്ഥലത്തെത്തി അവരെ ആലിംഗനം ചെയ്തു. അങ്ങനെ രാജാവ് നോക്കി നിൽക്കെ വീണ്ടും അവർ അവരുടെ പഴയ സ്ഥലങ്ങളിൽ തന്നെ ചെന്ന് കിടന്നു, അവസാന ഉറക്കത്തിനായി. ഉടൻ തന്നെ രാജാവ് സ്വർണത്തിൻ്റെ ഓരോ പെട്ടിയുണ്ടാക്കി അവരെ അതിൽ കിടത്തൂ എന്നുള്ള നിർദ്ദേശം കൊടുത്തു. രാജാവ് തിരിച്ചു പോരുകയും ചെയ്തു. രാജാവ് തിരിച്ചു പോന്ന് ഉറങ്ങിയ സന്ദർഭം രാജാവ് സ്വപ്നം കാണുന്നു. ഞങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ടവരല്ല, ഞങ്ങൾ മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മണ്ണിൽ തന്നെ കിടന്നാൽ മതിയെന്ന് രാജാവ് സ്വപ്നം കാണുന്നു. അതിനുശേഷം അവിടെ ഒരു പള്ളി നിർമ്മിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഈ ദൃഷ്ടാന്തം കാണിച്ചതോടുകൂടി ബൈദറൂസ് രാജാവിന് വല്ലാത്ത സന്തോഷമായി. പരലോക ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ദൃഷ്ടാന്തം ലഭ്യമായതിൻ്റെ പേരിൽ അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. ഈ സംഭവത്തിൽ നിന്ന് വിശ്വാസി സമൂഹത്തിനുള്ള ഗുണപാഠമെന്ത് എന്ന് വച്ചാൽ, അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളാൻ തയ്യാറുള്ളവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥലകാലങ്ങൾക്കതീതമായി എല്ലാ കാലത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമെന്നുള്ള മഹത്തായ സന്ദേശമാണ് വിശ്വാസി സമൂഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ പകർന്നു നൽകുന്നത്. അതുകൊണ്ട് വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി എത്ര വലിയ ത്യാഗത്തിനും തയ്യാറാകണമെന്നാണ് ഈ സംഭവം വിശ്വാസികളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാര്യങ്ങളെ യഥാർത്ഥമായ നിലയിൽ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.